ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെയൊക്കെ ജോയ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സാരാബേ സിറ്റിയിലെ കുറച്ച് കാഴ്ചകളാണ്. ഒരു വാക്കിംഗ് ടൂറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത്, നമ്മൾ പിറകിൽ കാണുന്നതാണ് സാരാബേ സിറ്റി ഹാളാണ്. ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് കൂടിയാണ്. അപ്പോൾ അതിന്റെ മുന്നിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സാരാബേ എന്ന ഏരിയ, ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട് അവിടെ. അപ്പം അത് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഒട്ടോമൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് അത്. ലാറ്റിൻ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് ഫേമസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 1914 ഇവിടെ വിപ്ലവകാരികൾ ആസ്ട്രോ ഹംഗേറിയൻ രാജാവിനെ ഇവിടുന്ന് വെച്ച് കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ വേൾഡ് വാർ ഫസ്റ്റ് തുടങ്ങാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് ഭയങ്കര പ്രശസ്തമാണ്. ഇതാണെങ്കിൽ ഒരുപാട് തവണ നശിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് റീബിൽഡ് ചെയ്യാണ് ചെയ്തത്. അന്ന് ഈ ബ്രിഡ്ജിലൂടെ പോകുമ്പോൾ വഴിമാറിപ്പോയതാണ് ഈ ആർച്ച് ഡ്യൂക്ക് ഇന്ന് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ആള്. അതാണ് അയാൾ കൊല്ലപ്പെടാൻ കാരണം. ആ വഴിമാറിയത് കൊണ്ട് മാത്രമാണ് അയാൾ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടില്ലായിരുന്നു. അപ്പൊ ഈ രാജാവിനെ കൊല്ലാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുകയും പിന്നെ പോലീസ് പിടിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ രണ്ടാമത് രാജാവ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഡ്രൈവർക്ക് വഴി തെറ്റി വീണ്ടും ആ ഒരു സംഘത്തിലുള്ള ആളുകളുടെ ഇടയിൽ എത്തിപ്പെടുകയാണ് ചെയ്തത്. അതാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. അപ്പോൾ ആ ഡ്രൈവർക്ക് വഴി പരിചയമില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോയതാണ്. അപ്പം ആ ഡ്രൈവർക്ക് വഴി തെറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ കൊലപാതകം നടക്കൂലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബസ്റ്റാഷ്യ എന്നൊരു സ്ട്രീറ്റിൽ കൂടെയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റാണിത്. നിങ്ങൾ സരാബേയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ബസ്റ്റാഷ്യ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ്. അപ്പം ഇവിടുത്തെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ഇതാണ്. ഇവിടെ ഒരു പഴയ കാലത്ത് ഒരു മോസ്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ കാണാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ലാറ്റിൻ ബ്രിഡ്ജ് ഉണ്ട്. അതെല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നടന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതൊന്നും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലാണ്. ഈ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ബസ്റ്റാഷ്യ എന്നുള്ള ഈ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഇത് വേൾഡ് വാർ സെക്കൻഡ് ടൈമിൽ മരിച്ച സിവിലിയൻസിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെയിമാണ്. എറ്റേണൽ ഫ്ലെയിം എന്നാണ് ഇതിന്റെ പേര്. ഇത് ഈ പറഞ്ഞ സ്ട്രീറ്റിന് അവസാനമാണുള്ളത്. ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇവിടെ കത്തിക്കൊണ്ടിരിക്കും. മഴ പെയ്താലൊന്നും കേട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പഴയ കാലത്ത് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. കാരണം നമ്മുടെ എന്താ പറയുക, ഒരു മെയിൻ്റനൻസ് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതും പിന്നെ പഴയ കാലത്ത് യുദ്ധത്തിലേക്ക് കേടുപാടുകൾ പറ്റിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മഴയും കൂടി പെയ്തപ്പോൾ വേറൊരു ഭംഗിയാണ്. മഴ പെയ്തപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നടക്കാനും കാര്യങ്ങളൊക്കെ, പക്ഷെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഞങ്ങളിപ്പോൾ ഒരു പച്ചക്കറി മാർക്കറ്റും ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഒരു മാർക്കറ്റിൽ കയറി. നല്ല അടിപൊളിയാട്ടോ. പിന്നെ ഈ സ്ട്രീറ്റിൽ തന്നെ ഉള്ളതാണ്. നല്ല ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല നല്ല പച്ചക്കറികൾ, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് നമുക്ക് കൂടുതലും വാങ്ങുന്നത്. അങ്ങനെ ടൂറിസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നില്ല. കൂടുതലും ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ്. ഇതൊരു സിനഗോഗും പിന്നെ ജൂതന്മാരുടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. അപ്പം ഇതും ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്ഥലമാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പള്ളിയും ക്രിസ്ത്യൻ ചർച്ചും സിനഗോഗും എല്ലാം ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത.
ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. അപ്പം കുറച്ച് എനിക്ക് തോന്നുന്നത് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. അധികം ഒന്നും ഷോപ്സ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് ഗാസി വിസിലോ മോസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റിൻ്റെ ഇടയിൽ തന്നെയുള്ളതാണ്. 50th സെഞ്ചുറിയിൽ ഒട്ടോമൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ഈ ബാൽക്കൺ ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട ഒട്ടോമൻ ബിൽഡിംഗ് കൂടിയാണിത്. പണ്ട് കാലത്ത് പ്രാർത്ഥനയ്ക്ക് അംഗശുദ്ധി വരുത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ്. ഇതാണ് ഈ മാർക്കറ്റിലെ വേറൊരു പള്ളിയാണ്. അപ്പോൾ ഇതും നല്ല പഴക്കമുള്ളതാണ്. ഒട്ടോമൻ സ്റ്റൈലുള്ള ഒരു പള്ളി തന്നെയാണ്. ഇതൊക്കെ ഒരു നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ കണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വാട്ടർ ഫൗണ്ടൈനാണ്. ഓട്ടോമൻ കാലഘട്ടത്തിലൊരു വാട്ടർ ഫൗണ്ടൈനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നെടുക്കും കുടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും സെറവിലേക്ക് തിരിച്ചെത്തുന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഓൾഡ് ഓർത്തഡോക്സ് ചർച്ചാണ്. ഇത് പഴയ കാലത്തെ ബിൽഡിംഗ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന്. ഈ കെട്ടിടത്തിലൊക്കെ ഒരുപാട് ഹോൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ യുദ്ധം ഉണ്ടായപ്പം കൊണ്ട് വെടിയുണ്ടകളാണെന്ന് തോന്നുന്നുണ്ട്. ഒരുവിധം പഴയ ബിൽഡിംഗ് എല്ലാ ഭാഗത്തും നമുക്കിത് കാണാൻ പറ്റും. ഞങ്ങൾ ഈ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റാണ് തിരിച്ച് അബുദാബിയിലേക്ക്. അപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് പുറത്തുള്ള ചില വില്ലേജ് ഏരിയയിലൊക്കെ അങ്ങനെ വെറുതെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എയർപോർട്ടിന് അടുത്തുള്ള ഒരു വാക്ക് ചെയ്യാനും ഒരു സൈക്ലിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ് മൊത്തത്തിൽ കാണാൻ. എൻ്റെ പരക്കിൽ നല്ല വലിയൊരു മലയുണ്ട്. പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറി ബ്ലോസമാണ്. ചെറീൻ്റെ ആ പൂവ് ഇങ്ങനെ നിറച്ചും കാണാൻ പറ്റും. പിന്നെ റോഡുകൾ നല്ല വെൽ മെയിൻറ്റൈൻ റോഡുകളാണ് ഈ ഭാഗത്തുള്ളതൊക്കെ. പിന്നെ ആ ചുവന്ന നിറത്തിലുള്ള ട്രാക്കും അതെല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഭംഗിയാണ് എല്ലാം കാണാൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് എയർപോർട്ടിന് അടുത്തുള്ള ഒരു പാർക്കിലാണ്. പാർക്കിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അടുത്തുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പാർക്കുകളൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. നല്ല അടിപൊളി പാർക്കാണ്. കാരണം ഈ ഒരു സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നല്ല ഗ്രീനറിയാണ്, മൊത്തം ഗ്രീനറിയാണ്. ഇതിന് തൊട്ട് പുറകിലാണെങ്കിൽ ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ട്. പണ്ട് കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടായ കാലത്ത് ഇങ്ങനെ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നിന്ന് പറയുന്നത് ഈ സൈഡിൽ. പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ലേക്ക് ഏരിയയിലേക്കാണ്. ഒരു ലേക്കും പിന്നെ കല്ലുപാകിയ വയ്യൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഭയങ്കര ഒരു ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് സ്കൈയും നല്ല ബ്ലൂ ആയതുകൊണ്ട് നല്ലൊരു മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ അബുദാബിയിലേക്ക് യാത്ര തിരിക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു ചെറിയ എയർപോർട്ടാണ് സരവേലുള്ളത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വിസയർ എടുത്തിട്ടാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ നല്ല രസമാണ് മൊത്തത്തിൽ കാണാനുണ്ട്. ആ സരവേല ഒരു ഭംഗി അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിലേക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് നന്ദി.